എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു നോമ്പുതുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡ്രിങ്കും ആണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റുമാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഈ ഒരു സ്നാക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 450 ഗ്രാം അളവിൽ ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എങ്കിൽ ആ ഒരു മസാലയും ആ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. 30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ചിക്കൻ അത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിൽ കിടന്നതിന് ചിക്കൻ നന്നായിട്ട് വേകും. എന്നിട്ട് നമ്മളിത് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം മതി കേട്ടോ. 10 മിനിറ്റ് തുടർച്ചയായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ചിക്കനകത്തു നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ട് നന്നായിട്ട് ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ ടിക്ക മസാലയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലൊരു പാത്രം നമ്മളിതുപോലെ നടുക്ക് വെച്ചിട്ട് ഒരു ചാർക്കോൾ ഇതുപോലെ കത്തിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ചാർക്കോളിന് പകരം ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ കണ്ണിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒരു പുക വരും. ശേഷം ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 7 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു ചിക്കൻ വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമെന്നാണ് അപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 7-8 മിനിറ്റിന് ശേഷം ഇതുപോലെ മൂടി തുറന്നിട്ട് ആ ഒരു പാത്രം നമുക്ക് ഇങ്ങെടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മുടെ ഈ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താലും മതി. ഈ ഒരു മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുള്ളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ വേണ്ടിയിട്ട് കുഴച്ചിട്ടെടുക്കത്തില്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു പരുവത്തിന് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള ഇതുപോലെ എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇതുപോലെ നമുക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കാം. ശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. കട്ടി കുറഞ്ഞ് വേണം നമ്മൾ പരത്താൻ വേണ്ടിയിട്ട്. ഒരുപാടൊക്കെ കട്ടി കൂടാനും പാടില്ല, എന്നാൽ തീരെ അങ്ങ് നൈസായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ ഈ ഒരു കട്ടിക്ക് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് പൊങ്ങി അങ്ങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ പൂരിയൊക്കെ പൊങ്ങുന്ന പോലെ അങ്ങ് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്
ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെറിയതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ചെറിയൊരു കൊട്ടയുടെയൊക്കെ ഒരു ഷേപ്പിലാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ സെർവ് ചെയ്യുന്ന ഇതുപോലെ ചെറിയ പാത്രം ഇല്ലേ, ഇതുപോലെ ഈ ഒരു പാത്രം എടുത്താലും മതി. ഇനി ഈ ഒരു പാത്രത്തിന്റെ മുകളിൽ ഇതുപോലെ ചെറിയതായിട്ട് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ വേണ്ട, ചെറിയതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ പരത്തി വെച്ചിരിക്കുന്ന ഈ ഒരു മാവിലേക്ക് ഈ ഒരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ല, ഈ ഒരു സൈഡ് പിടിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മടക്കി മടക്കി ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. ഇതുപോലെ മടക്കി മടക്കി നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ചെറിയതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അതിലൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം തന്നെ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു ചൂടുണ്ടായിരിക്കണം കേട്ടോ ഓയിലിന്. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കണ്ട. ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ആ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ആ ഒരു പാത്രം അതിൽ നിന്ന് വിട്ട് വന്നോളൂ കേട്ടോ. അതിനുശേഷം ഇതിലൊരു അരിപ്പത്തവി കൊണ്ട് നമ്മൾ ആ ഒരു പാത്രം ഒന്ന് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ആ ഒരു പാത്രം നമ്മളൊന്ന് മാറ്റിയിട്ടെടുക്കുക. ഇനി അഥവാ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു സ്പൂണോ വല്ലതും വെച്ചിട്ട് പതിയെ താഴേക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ ആ ഒരു പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എല്ലാം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് പുറമെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഫില്ലിംഗ് കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വളരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്ത 1 കപ്പ് അളവിൽ ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കാരണം മയോണൈസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് മയോണൈസ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇതിലിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു കോൾസ്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിലൊരു 1-2 ടീസ്പൂണോളം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ചിക്കൻ ടിക്ക മസാല ആവശ്യത്തിന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ഇതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് മയോണൈസും കൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ടിക്ക പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ ഒരു ചിക്കന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവറും കൂടെ കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തിട്ടെടുക്കാനാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. ഷവർമയുടെ ഒക്കെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒക്കെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചിക്കൻ ടിക്ക മസാല വെച്ചിട്ട് ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല പഴുത്തിട്ടുള്ള 2 അനാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാതള നാരങ്ങ. ചില മാതള നാരങ്ങയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഉള്ളിലെ ഒരു കുരുവിന് ചെറിയൊരു പുളി കാണും. അധികം പുളിയില്ലാത്ത നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാതള നാരങ്ങ തന്നെ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുക. ഇനി 2 അനാറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലെ ഒരു കുരുവെല്ലാം നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് അടർത്തിയിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് കണ്ടില്ല, ഒരു കുരു എല്ലാം തന്നെ അടർത്തി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു അരിപ്പിലേക്ക് ഇതുപോലെ ഊറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. അരിച്ചിട്ട് ഇതുപോലെ ഒരു മാതളത്തിൻ്റെ ജ്യൂസായിട്ട് മാത്രം എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്കസാണ്. നമ്മൾ സാധാരണ കുലുക്കി സർബത്തിനകത്തൊക്കെ ഇടുന്ന ഒരു സബ്ജാ സീഡ്സ് തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് നല്ല ഡബിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോക്ടെയിൽ ഷേക്കർ എടുക്കുക, അല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിൽ എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇതുപോലൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഈ ഒരു നാരങ്ങ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലൊരു ചെറിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കസ്കസില്ലേ അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അനാറിൻ്റെ ഈ ഒരു ജ്യൂസില്ലേ ആ ഒരു ജ്യൂസ് ഒരു 1/4 കപ്പിലും കുറച്ചൊന്ന് കൂടുതലുണ്ട്. 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ കാണും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നന്നാരി സിറപ്പാണ് കേട്ടോ. അത് നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് നന്നാരി സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നന്നാരി സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് ലാസ്റ്റ് മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല പഴുത്ത നാരങ്ങയുടെ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പഴുത്തത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പച്ചയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു കയ്പുണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ കോക്ടെയിൽ ഷേക്കർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോട്ടിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബോട്ടിലൊന്ന് അടച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലാണെങ്കിൽ സാധാരണ കടകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ അതിലും കുറച്ചൊന്ന് വീതിയുള്ളൊരു ഗ്ലാസ് കൊണ്ട് അടച്ചിട്ട് നന്നായിട്ട് കുലുക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുലുക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു നന്നാറി സിറപ്പും അനാറൊക്കെ വെച്ചിട്ടുള്ള ഒരു കുലുക്കി സിറപ്പത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.